നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് അതിൻ്റെ ക്യാമറ, 2 അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി, 3 അതിൻ്റെ റാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാണ് ആദ്യം മൊബൈൽ സെലക്ട് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ റാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ഇപ്പോൾ പുതിയ മൊബൈലിലൊക്കെ റാമുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ഡിഫോൾട്ടായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതൊന്നും ഇല്ലാത്ത മൊബൈലിൽ നിന്നും നമുക്ക് റാം എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അതായത് മൊബൈൽ റാം എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ അത് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോസസ്സറിൽ നമുക്ക് പെട്ടെന്ന് അത് ഡിസ്പ്ലേയിൽ എത്തിക്കാനുമൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് റാം. ഇപ്പോൾ റാം കൂടുതലുള്ള മൊബൈലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ആപ്ലിക്കേഷൻസുകളൊക്കെ സ്പീഡായിട്ട് ഉപയോഗിക്കാനും മൊബൈൽ സ്പീഡായിട്ട് ഉപയോഗിക്കാനും ഒക്കെ സഹായകമാകും. ഇനി റാം കുറഞ്ഞ മൊബൈലിൽ നിന്നും റാം കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സാംസങ് മൊബൈലിലാണ് ഇത് കാണിക്കുന്നത്. സാംസങ് മൊബൈലിൽ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ മെമ്മറി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെമ്മറി എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം റാം പ്ലസ് എന്നൊരു ഓപ്ഷൻ. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ 2G ആണെങ്കിൽ 2G റാം ആണെങ്കിൽ അല്ലെങ്കിൽ 4G റാം ആണെങ്കിൽ ഇവിടെ താഴെ 6GB റാം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. ഇനി കൂടുതലാണ് റാം, അതിൽ നിന്ന് കുറക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ എന്തായാലും സാംസങ് മൊബൈലിൽ പഴയ മൊബൈലിലൊക്കെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളിങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്നും വരുന്ന മെമ്മറിയാണ് എന്ന് നിങ്ങൾ കരുതരുത്. കാരണം നിങ്ങളുടെ മൊബൈലിലുള്ള ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നാണ് റാമിലേക്ക് കൺവേർട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ 2GB റാമുള്ള മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4GB നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മാറ്റുമ്പോൾ അത് നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് ഇപ്പോൾ 6GB അല്ലെങ്കിൽ 4G നിങ്ങൾ മാറുമ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഞാനിപ്പോൾ 6GB ഇപ്പോൾ മാറ്റിയതാണ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുക. സാംസങ് മൊബൈലിൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള മൊബൈലിൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ബായ്.